ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഇപ്പം ഞാൻ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷനുമായിട്ട് വരാൻ കാരണം, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ വളരെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് അത് വളരെ വലുതാണ്. അപ്പോൾ ഇനി തുടർന്ന് വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പണ്ടെടുത്ത പഴയ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അവധി ദിവസമാണ്. അവധി ദിവസങ്ങളിൽ സാധാരണ ഞാൻ വൈകിയാണ് എഴുന്നേൽക്കാറുള്ളത്. ഇന്ന് ഞാൻ അല്പം നേരത്തെ എഴുന്നേറ്റു. ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്. രാവിലെ അമ്മയ്ക്ക് ചായയും വെള്ളവുമൊക്കെ കൊണ്ടു കൊടുക്കണം. അമ്മ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ ചായയും വെള്ളവുമൊക്കെ കൊണ്ടു കൊടുക്കണം. ചായ മാത്രം കൊടുത്താൽ മതി, ഫുഡൊക്കെ അവിടെ നിന്ന് കൊടുക്കും. എൻ്റെ അമ്മയല്ല കേട്ടോ, ഹസ്ബൻഡിൻ്റെ അമ്മ. അവിടുന്ന് ചായ കൊടുക്കും, പക്ഷേ അത് കട്ടൻ ചായയാണ്. അമ്മയ്ക്ക് പാൽ ചായയാണ് ഇഷ്ടം. അമ്മയ്ക്ക് ഭയങ്കര മുട്ടുവേദനയാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അവിടെ തേപ്പിക്കാനായിട്ട് വന്ന് കിടക്കുകയാണ് അമ്മ. ഇന്നൊരു സൺഡേ ആണ്. ഹസ്ബൻഡ് ഈ ആഴ്ച വന്നില്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ കൊണ്ട് കൊടുത്തതിന്. മോനാണെങ്കിൽ അവൻ എഴുന്നേറ്റിട്ടില്ല. അവൻ ഇന്നലെ വൈകിയാണ് കിടന്നത്. അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചില്ല, ഞാൻ തന്നെ അങ്ങ് കൊണ്ട് കൊടുത്തു. ഹസ്ബൻഡിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചി കൂടിയാണ്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ സിസ്റ്ററാണ് എൻ്റെ അമ്മായിയമ്മ. ഞങ്ങളുടേത് റിലേഷണൽ മാരേജാണ്. എൻ്റെ ഇളയ അപ്പച്ചിയുടെ മകനാണ് എന്നെ വിവാഹം കഴിച്ചേക്കുന്നത്. അങ്ങനെ അമ്മയ്ക്കുള്ള ചായയും ചൂടുവെള്ളവും ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ എൻ്റെ ചായ കുടിച്ചത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെടി നനയ്ക്കാനായി പോയി. ഇപ്പം രാവിലെ ചെടി നനച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ചെടിയെല്ലാം കൂടെ ഒരുമാതിരി തളർന്നൊടിഞ്ഞ ഒരു രീതിയാണ്. ഇപ്പം രാവിലെയും വൈകിട്ടും വെള്ളം അടിക്കേണ്ട ഒരവസ്ഥയാണ്. അത്രയ്ക്ക് ചൂടാണ്. എൻ്റെ താമരയ്ക്കകത്ത് പൂ പിടിച്ച് കേട്ടോ, 2 പൂ പിടിച്ചു. അതിനകത്തൊരു പൂ വിരിയുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ്. അങ്ങനെ വെള്ളമൊക്കെ നനച്ചതിന് ശേഷം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാസ്തയാണ്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പും ഓയിലും ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 7-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു 90% കുക്കായ ശേഷം അത് നമുക്ക് ഊറ്റിയെടുക്കാം. ഒരുപാടങ്ങ് കുക്കായി പോകരുത്. അതിന് ശേഷം അതൊന്ന് പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയുമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പാസ്തയിൽ ചീസ് ചേർക്കാറില്ല. അതിന് പകരം 2 ടീസ്പൂൺ മയോനൈസ് ചേർത്ത് കൊടുക്കും. പാസ്തയ്ക്ക് വേണ്ടിയുള്ള മയോനൈസും കൂടി ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കിയെടുത്തു.
ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് 4-5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊന്നും ഒരുപാടൊന്നും കുക്കാവണ്ട, ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി അതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ഓവറായിട്ട് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി. ഇനി നമുക്ക് പാസ്തയ്ക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അതേ അളവിൽ തന്നെ മൈദ ചേർത്ത് കൊടുക്കുക. മൈദയും ചേർത്ത് ഒന്ന് ഇളക്കി ചൂടായതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായി പാല് ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ തന്നെ വയ്ക്കുക. അങ്ങനെ കട്ട കെട്ടാതെ ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി, അതായത് ചതച്ച മുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കുക. പാസ്തയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് മയോനൈസും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഉപയോഗിക്കാം. ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഞാനും മോനും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണമെങ്കിൽ നമുക്ക് അല്പം ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്തു. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എനിക്കൊരു 8 മാസമായിട്ട് ഹെവി ബ്ലീഡിങ്ങും ബാക്ക് പെയിനും ഒക്കെ ആയിരുന്നു പീരീഡ് ടൈമിൽ. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഒരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, മിക്കവാറും ഫൈബ്രോയിഡ് ആയിരിക്കുമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഫൈബ്രോയിഡാണ്, എല്ലാത്തിനും അത്യാവശ്യം നല്ല ഗ്രോത്തും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് മൊത്തമായിട്ട് നമുക്കങ്ങ് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിന് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ആയുർവേദത്തിൽ ഇങ്ങനെ ഫൈബ്രോയിഡ് ചുരുങ്ങാനുള്ള മരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയി. കുറച്ച് നാൾ അത് കഴിച്ചു. എന്നിട്ട് എനിക്ക് ബ്ലീഡിങ്ങിനാണെങ്കിൽ ഒരു കുറവുമില്ല, മാത്രമല്ല എൻ്റെ HB ലെവൽ അങ്ങ് താഴെ പോവുകയും ചെയ്തു. എനിക്കങ്ങനെ ഭയങ്കര ക്ഷീണവും തളർച്ചയും എഴുന്നേറ്റിരിക്കാനും വയ്യ. അങ്ങനെയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും പിന്നെ വേറൊരു ഡോക്ടറെ കൂടി കണ്ടു. ആ ഡോക്ടർ പറഞ്ഞത് യൂട്രസ് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഡോക്ടർമാരുടെ ഒപ്പീനിയൻ സെയിം ആയപ്പോൾ സർജറി തന്നെ മാർഗ്ഗമുള്ളെന്ന് കണ്ടു. അങ്ങനെ മാർച്ച് 17-ാം തീയതി എൻ്റെ സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞ് 3 മാസം എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടാണ് അമ്മ പോയത്. അതിനുശേഷം എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനും അങ്ങ് മടിച്ചു. ഇനി കറക്റ്റിന് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി.
കൈകൊണ്ട് അലക്കാനുള്ള കുറച്ച് തുണി ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് അലക്കി വിരിച്ചതിന് ശേഷം വന്ന് റൂമൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുറച്ച് പുതിന പൊട്ടിച്ചുകൊണ്ട് വന്നു. ഇതൊരു പ്രാവശ്യം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഞാനൊരു തണ്ട് കുഴിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ നിറയെ പുതിനയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ച് ഇന്നലെ മേടിച്ച ബീഫിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ തന്നെ ഐസ് പാനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തു. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു 1/2 കിലോ ബീഫ് കാണും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് പകുതി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അല്പം പുതിനയില, മല്ലിയില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ഒരു 6 വിസിലടിപ്പിക്കുക. ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് വിസിലിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി കഴുകി കുതിരാനായി മാറ്റി വയ്ക്കുക. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 20 മിനിറ്റ് കുതിരാനായി നമുക്ക് മാറ്റി വയ്ക്കാം. ബിരിയാണിക്ക് വേണ്ടിയുള്ള സവാള കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൻ്റെ ബാക്കി കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി വരാനായി നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്ത് അതിൻ്റെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. സവാള ഒന്ന് നന്നായി വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു 1.5 തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം അതൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 3 ടീസ്പൂണ് തൈര് കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക.
അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിന് വേണ്ട റൈസ് റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ബേ ലീഫ് ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, അല്പം ഷാജീര എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് എടുത്തിട്ടുള്ളത്. ആ വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അരമുറി നാരങ്ങയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിള വരുമ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്ത് അരിയിലെ വെള്ളം വറ്റിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം. റൈസ് വേവിച്ച അതേ പാനിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മസാലയൊന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് അത് നന്നായി ഒന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് നന്നായി നിരത്തിയതിന് ശേഷം അതിലേക്ക് അല്പം പുതിന ഇലയും അല്പം മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അല്പം ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയത് 1-2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ്, അല്പം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക. ഈ പ്രൊസീജിയർ ഒരു തവണ കൂടി ആവർത്തിച്ചതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായി കവർ ചെയ്യുക ചുറ്റും. അതിനുശേഷം നന്ന ടൈറ്റായിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുക. അങ്ങനെ ബിരിയാണി ആവുന്ന സമയം കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുത്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ബിരിയാണിക്കകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്നും ചേർക്കുന്നില്ലല്ലോ എന്ന്. ഇവിടെ ആർക്കും അത് ചേർക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെ പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞതിന് ശേഷം ഞാനും മോനും ബിരിയാണി കഴിച്ചു. ഇവിടെ ആർക്കും ബിരിയാണിയുടെ കൂട്ടത്തിൽ സാലഡ്, പപ്പടം, അച്ചാർ ഇതൊന്നും വേണ്ട. അതുകൊണ്ട് എനിക്കും പണി ലാഭമായി. അങ്ങനെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകിട്ട് ഒരു 4:30 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് കുടിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് പണിയുണ്ട് എനിക്കിന്ന്. കുറച്ച് അടിച്ചു വാരാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട്. നമ്മുടെ താമര വളർത്തുന്ന ഡ്രമ്മിനകത്ത് ഞാൻ കുറച്ച് ഗപ്പികളെ ഇട്ടിട്ടുണ്ട്. അതുങ്ങൾക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുത്ത് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് ഫ്രണ്ട് ഗേറ്റ്. നമ്മുടെ വീട് നിൽക്കുന്നത് അല്പം ഉള്ളിലായിട്ടാണ്. ഇവിടെ 2 സൈഡിലായിട്ട് ഞാൻ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
അതിൽ നിന്നുള്ള ഇലയും അപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിലുള്ള ഇലയും എല്ലാം വീഴുന്നത് ഇങ്ങോട്ടാണ്. അതെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുത്തു. ഞാൻ ഒരാഴ്ച കൂടുമ്പോഴേ ഇവിടെ ക്ലീൻ ചെയ്യാറുള്ളൂ. എല്ലാ ദിവസവും എല്ലായിടത്തും കൂടെ ക്ലീൻ ചെയ്യൽ നടക്കാറില്ല. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇൻ്റർലോക്ക് ഇട്ട ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തു. അവിടെയും കുറച്ച് കരിയിലയും അതും ഇതുമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ചെടിക്കൊക്കെ ഒന്ന് മരുന്നടിച്ചു കൊടുത്തു. ചെടിക്ക് മരുന്നടിച്ചിട്ട് കുറച്ച് ദിവസമായി നിറയെ കീടം കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇലയെല്ലാം തിന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ ചെടികൾക്കും ഞാനൊന്ന് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും നന്ദി.